ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് സൗണ്ട് സ്ട്രീം എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഒരു ആംപ്ലിഫയറാണ്. ഇത് മോണോ ആംപ്ലിഫയറാണ്. നിലവിൽ ക്ലാസ് ഡി ആണ് സംഭവം. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് കൊണ്ടു തന്നതാണ് റെഡിയാക്കാൻ വേണ്ടി. വെഞ്ഞാറമ്മൂടുള്ളൊരു പയ്യനാണ് കൊണ്ടു തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കണം. നിലവിൽ ഫ്യൂസ് പോയേക്കുവാണെന്നാണ് പറഞ്ഞത്. ആദ്യമേ പ്രൊട്ടക്ഷൻ കാണിച്ചു, പിന്നെ ഫ്യൂസ് അടിച്ചു പോവുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ ടോപ്പിലെ കവർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഉരി മാറ്റാം. അത്യാവശ്യം ഹെവിയാണ് സംഭവം. നിലവിൽ ഫ്യൂസ് ഒന്ന് മാറ്റിയിട്ടിട്ട് സപ്ലൈ കണക്ട് ചെയ്തിട്ട് എന്താണ് പ്രശ്നം കാണിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് 30 ആംപിയറിൻ്റെ 4 ഫ്യൂസാണ് വരുന്നത്. ഇത് 4 നിലവിൽ ഓപ്പണായി പോയേക്കാണ്. എന്തായാലും ഫ്യൂസ് 2 വെറുതെ ഇട്ടിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. തൽക്കാലം ചെക്ക് ചെയ്യാൻ വേണ്ടി 10 ആംപിയർ 4 ഫ്യൂസ് ഇട്ടിട്ട് ഒന്ന് സപ്ലൈ കണക്ട് ചെയ്ത് നോക്കാം. അപ്പം എന്തായാലും പ്രശ്നം എന്നുള്ളത് കാണിക്കുന്ന അറിയാമല്ലോ. എന്തായാലും സപ്ലൈ കണക്ട് ചെയ്യാം. സപ്ലൈ കണക്ട് ചെയ്തിട്ട് ബാക്കി നോക്കാം. സപ്ലൈ വയറെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സീരിയസ് ആണ് നല്ലൊരു കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പം ഓൺ ആക്കിയിട്ട് ഷോർട്ടിംഗ് ആണ് എന്താണ് കാണിക്കുന്നത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. നല്ലൊരു ചെറിയൊരു ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. നല്ലൊരു പ്രൊട്ടക്ഷൻ ആണ്. നല്ലൊരു പ്രൊട്ടക്ഷൻ ലൈറ്റ് കാണിക്കുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ലൈറ്റ് കാണിച്ചിട്ട് ചെറുതായിട്ട് ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. ഫാൻ നല്ലൊരു ഓടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പവർ ലൈറ്റ് കാണിച്ചിട്ട് പ്രൊട്ടക്ഷനിലേക്ക് പോവാണ്. ഒന്നും കൂടി ഒന്ന് ഓഫ് ചെയ്ത് ഓണാക്കാം. നല്ലൊരു പ്രൊട്ടക്ഷനാണ് കാണിക്കുന്നത്. ഇത് അത്യാവശ്യം എല്ലാ സംവിധാനവും ഉള്ളതാണ്. ബാസ് ബൂസ്റ്റ്, ലോ പാസ്, സബ്സോണിക് ലെവൽ, അത്യാവശ്യം സെറ്റപ്പുകളുള്ള സാധനമാണ്. പിന്നെ പവർ സപ്ലൈ സെക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം മൊത്തത്തിൽ. ഇപ്പം മൊത്തത്തിൽ ഇതിൻ്റെ മണ്ടല ഹീറ്റ് സിങ്ങിൻ്റെ മണ്ടലുള്ള സ്പേസറെല്ലാം ഊരി മാറ്റിയിട്ട് ഓരോ സെക്ഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് 2 സെക്ഷനാണ് ഇൻവെർട്ടർ സെക്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പം 2 സെക്ഷനകത്ത് ഏത് സെക്ഷനാണ് കംപ്ലൈൻറ്റ് ഉള്ളതെന്നൊന്ന് ആദ്യമേ തപ്പിയെടുക്കണം. അപ്പോൾ എന്തായാലും തപ്പിയെടുത്തിട്ട് ബാക്കി നോക്കാം. ആമ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇതിനകത്ത് 2 മോസ്ഫെറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു ആമ്പ് സ്റ്റേജിൻ്റെ അകത്തെ. അപ്പോൾ അത് മാറ്റി ഇട്ടു. അപ്പോൾ അത് കിടന്ന സെയിം നമ്പർ കിട്ടിയില്ല. അപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ സംഘടിപ്പിച്ച് അതാണ് മാറ്റിയേക്കുന്നത്. അപ്പോൾ 8 ഒരുമിച്ച് മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സ്ക്രൂ ഹോൾ നിലവിൽ ഓവലായി പോയിരുന്നു ഒരു സൈഡ്. അപ്പം അത് ഓപ്പോസിറ്റ് സൈഡ് ചെയ്ത് സ്ക്രൂ ചെയ്യുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്. അപ്പുറം ഓവലായി പോയ സൈഡ് അടച്ചു വിട്ടു. പാമ്പ് തിരിച്ചും മറിച്ചും വെച്ച് സ്ക്രൂ ചെയ്യണമെന്നേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സ്പീക്കറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ടോടെ കണക്ട് ചെയ്യാം. ഇൻപുട്ട് കണക്ട് ചെയ്തു. ഇനി സപ്ലൈ കൂടെ കണക്ട് ചെയ്യാം.
7H ബാറ്ററിയിൽ നിന്നാണ് നല്ലൊരു കണക്ട് ചെയ്യുന്നത്. അത്യാവശ്യം ആംബിയർ വേണ്ടതാണ്. അപ്പം ട്രാൻസ്ഫോർമറിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ വർക്കിംഗ് അത്ര കറക്റ്റ് ആവില്ല. പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫാൻ ഓടാൻ തുടങ്ങി. ലെഫ്റ്റ് റൈറ്റ് ഞാൻ ചെറുതായിട്ട് ഓടിയും കൂടെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഹെവിയാണ് ഈ ആമ്പ്. ഇത് സബ്സോണിക്ക് ബാസ് ബൂസ്റ്റ് കാര്യങ്ങൾ സെറ്റപ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ കേൾക്കാനായിട്ട് സുഖമുണ്ട് വർക്കിങ്. ചാനലിനകത്ത് വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്കിവിടെ കൊണ്ടുതന്നാണ് റെഡിയാക്കുക. അപ്പോൾ കൊറിയർ അയക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുതന്ന് റെഡിയാക്കി വെച്ചേക്കാണ്. ഇപ്പോൾ അവർ വന്ന് മേടിച്ചുകൊണ്ട് പോക്കോളാമെന്ന് പറഞ്ഞു. ഇപ്പോൾ സാധനമെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.